أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كتبنا في الزبور من بعد الذكر أن الأرض يرثها عبادي الصالحون إن في ذلك لبلاغا لقوم عابدين. സല്ലല്ലാഹുൽ അലീം. സൂറത്തുൽ അംബിയ 105:6. വലഖദ് കതബ്ന, നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഫിസ് സബൂരി, സബൂറിൽ, മിൻ ബഅദി ദിക്രി, ഉത്ബോധനത്തിന് ശേഷം, അന്നൽ അർള, നിശ്ചയം ഭൂമി, യരിസുഹ, അതിനെ അനന്തരമെടുക്കുമെന്ന്, ഇബാദിയ, എൻ്റെ അടിമകൾ, അസ്സാലിഹൂൻ, സജ്ജനങ്ങളായ അല്ലെങ്കിൽ സച്ചരിതരായ, ഇന്നഫി ഹാദ, നിശ്ചയം ഇതിലുണ്ട്, ലബലാഗൻ, ഒരു സന്ദേശം, ലിഖൗമിൻ ആബിദീൻ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന സമൂഹത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൽ വലിയ അവഗണനയും പരിഹാസവും നേരിട്ടതൊക്കെ ഈ സൂറത്ത് മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് താക്കീത് നൽകി. ഇത് മുമ്പ് ജീവിച്ച സമൂഹങ്ങൾ ഇതേ നിലപാട് സ്വീകരിച്ചവർ നശിപ്പിക്കപ്പെട്ടത്, മുമ്പ് അയക്കപ്പെട്ട നബിമാർ അവസാനം അവർ വിജയിച്ചു, എതിരാളികൾ പരാജയപ്പെട്ട കഥകളൊക്കെ പറഞ്ഞു. പിന്നീട് തൊട്ടു മുകളിൽ പറഞ്ഞത് ലോകാവസാനം അത് സംഭവിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഇനി ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിൻ്റെ ഖിയാമത്ത് വരെയുള്ള അനുയായികൾക്കുമായിട്ട് ഒരു സന്തോഷ വാർത്ത പോലെ അല്ലാഹു തആല വിജയസാധ്യത പറഞ്ഞു വെക്കുകയാണ്. അത് പുതിയതായിട്ട് പറയുന്നതല്ല, പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വലഖദ് കതബ്നാ ഫിസ് സബൂരി, സബൂറിൽ നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാതൈനാ ദാവൂദ സബൂറ, സബൂർ നൽകിയിട്ടുണ്ട് ദാവൂദിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്സബൂർ എന്ന് അലിഫ് ലാമും ചേർത്ത് മഅരിഫയായി പറഞ്ഞതിനെ ഉദ്ദേശ്യം ദാവൂദ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ട സബൂർ എന്ന കിതാബാണ് എന്നാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനികളും ജൂതന്മാരും കൊണ്ടു നടക്കുന്ന ബൈബിൾ പഴയ നിയമത്തിൻ്റെ ഭാഗമായി സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ 37-ാമത്തെ അധ്യായത്തിൽ ഈ പറയുന്നത് പോലുള്ള പരാമർശങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ബൈബിളിലെ ഏത് ഭാഗവും കലർപ്പുകൾ ഉള്ളതാണ് എന്നതൊഴിച്ചാൽ ഒരുപാട് അംശങ്ങൾ പഴയതിൻ്റെത് അതിലുണ്ടല്ലോ. അതിൽ ആ 37-ാമത്തെ അധ്യായം ഏതാണ്ട് സത്യത്തിൻ്റെ വിജയം പരാമർശിക്കുന്നത് കാണാൻ കഴിയും. ദുഷ്ടരെ കണ്ടു നീ ഉത്കണ്ഠപ്പെടേണ്ട, തെറ്റു ചെയ്യുന്നവരെ ചൊല്ലി അസൂയാലുവാകേണ്ട. കാരണം അവർ പുല്ലുപോലെ പെട്ടെന്ന് വാടിപ്പോകും, പച്ച സസ്യം പോലെ കരിഞ്ഞുപോകും. കർത്താവിൽ വിശ്വസിക്കുക, നന്മ ചെയ്യുക, അപ്പോൾ നീ സുരക്ഷിതനായി ദേശത്ത് വസിക്കും. ഇങ്ങനെ ധാരാളം പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രം ഉദ്ധരിച്ചതാണ്. ഇതൊക്കെയായിരിക്കാം സബൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത്. മിൻ ബഅദി ദിക്രി, ഉത്ബോധനങ്ങൾക്ക് ശേഷം. അഥവാ സബൂറിൽ എഴുതിയത് ഒരു ഭാവി പ്രവചനമല്ല. കാർൽ മാർക്സ് ചരിത്രത്തിൻ്റെ ഭൗതികവാദപരമായ, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികപരമായ വിശകലനം ആദ്യയിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അവസാനം ഇനിയും കമ്മ്യൂണിസം വരും എന്ന് പ്രവചിച്ചു വെക്കുകയാണ്. അംഗീകരിച്ചാലും വരും, അംഗീകരിച്ചില്ലെങ്കിലും വരും എന്ന നിലയിൽ.
എന്നതുപോലെ കുറച്ചു കഴിഞ്ഞാൽ ഇന്നതുണ്ടാകുമെന്ന് പ്രവചിക്കുകയല്ല, പകരം വേണ്ട ഉത്ബോധനങ്ങൾ നൽകിയിട്ട് ആ ഉത്ബോധനങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യമായിട്ടാണ് അള്ളാഹു അത് പറയുന്നത്. അത് ഞാൻ ഉദ്ധരിച്ച ഭാഗത്ത് തന്നെ അത് കാണാൻ കഴിയുന്നതാണ്. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, നന്മ ചെയ്യുക, അപ്പോൾ നീ സുരക്ഷിതനായി ദേശത്ത് വസിക്കും എന്നൊക്കെയാണ്. ആ ഉത്ബോധനത്തെ, അതിൽ തന്നെയുള്ള ഉത്ബോധനത്തെയാണ് ബഅദ ദിക്രി എന്നത് സൂചിപ്പിക്കുന്നത്. അന്നൽ അർള യർസുഹ ഇബാദിയ സ്വാലിഹൂൻ, നിശ്ചയം ഭൂമി എൻ്റെ സജ്ജനങ്ങളായ ആളുകൾ അനന്തരമെടുക്കും. പലവിധ വ്യാഖ്യാനങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന് നൽകിയിട്ടുണ്ട്. അഥവാ ചിലർ പറയുന്നത്, ഇവിടെ അന്നൽ അർള എന്ന് പറയുന്നത് സ്വർഗമാണ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അതിന് തെളിവായിട്ട് അവരുദ്ധരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ചില പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഉദാഹരണമായി സൂറത്തു സുമറിൽ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹു വഔറസ്നൽ അർള നതബവ്വഉ മിനൽ ജന്നത്തി ഹൈസു നശാഉ ഫനിഅമ അജ്റുൽ ആമിലീൻ എന്ന് സ്വർഗത്തിലെത്തിയ ആളുകൾ അള്ളാഹുവിനെ അവന്റെ വാഗ്ദാന പാലനത്തിന്റെ പേരിൽ സ്തുതിച്ചിട്ട് വൗറസ്നൽ അർള നതബവ്വഉ മിനൽ ജന്ന, സ്വർഗത്തിന്റെ ഭൂമി ഒരുക്കി കൊടുത്ത് അനന്തരാവകാശികളാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും ഇതും ചേർത്ത് വായിച്ച് അന്നൽ അർള യർസുഹ എന്ന് പറഞ്ഞതിന് സ്വർഗത്തിന്റെ അവകാശികളാകും. അതുപോലെ വേറെയും പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. സൂറത്ത് മുഅ്മിനൂനിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യർസൂനൽ ഫിർദൗസ, അവരാണ് അനന്തരാവകാശികൾ, ഫിർദൗസ് അനന്തരമെടുക്കുന്ന അനന്തരാവകാശികൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും സ്വർഗത്തിൽ പോകുന്ന ആളുകളെ അനന്തരാവകാശികൾ എന്ന് വിശേഷിപ്പിച്ചത് വെച്ചിട്ടാണ് ആ വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ഇത് ഫത്ഹു മക്കയെ പറ്റിയാണ്, അഥവാ ഭൂമിയിലാണ് അന്നൽ അർള എന്ന് പറഞ്ഞത്. അത് ഫത്ഹു മക്കയോടുകൂടി കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടു. അതിൻ്റെ അടിത്തറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹു മക്കയുടെ സമയത്ത് കഅബയെ നോക്കിയിട്ട് നസറ അബ്ദ സദഖ വഅദ വ നസറ അബ്ദ, അള്ളാഹു വാഗ്ദാനം പാലിച്ചു, അടിമയെ സഹായിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് വെച്ചിട്ടുള്ള വ്യാഖ്യാനമാണ്. പക്ഷേ അതിൻ്റെ ഒരു ദൗർബല്യം സബൂറിൽ എഴുതിയതിനെ കുറിച്ചാണ് അള്ളാഹു തആല ഇവിടെ പറയുന്നത്. അത് ഫത്ഹ് മക്ക ഉണ്ടാകുന്ന സബൂറിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ അത് വിദൂരമായി ബന്ധമുള്ള വ്യാഖ്യാനമാണ്. ആദ്യം പറഞ്ഞത് സ്വർഗത്തിൽ അവർ പോകുന്നുള്ളത് ശരിയാണ്. ഇവിടെ ഈ സന്തോഷവാർത്ത നൽകുന്നത് പീഡിതരായ മക്കയിലെ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകരുന്നതിന് വേണ്ടിയാണ്. സ്വർഗത്തിൽ അവർ പോകുന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. ദുനിയാവിൽ ഈ ഗതി ആണോ എന്നും ഉണ്ടാകുക എന്നാണ് അവരിടക്കിടക്ക് വന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചത്. ഹദീസുകളിലൊക്കെ കാണാം. അബദർ ദഹ്റു നഹ്നു ഖായിഫൂൻ, യാ റസൂലല്ലാഹ്, എന്നും ഞങ്ങൾ പേടിച്ചു കഴിയുന്ന അവസ്ഥയായിരിക്കുമോ ഉണ്ടാകുക എന്നൊക്കെ ചോദിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് ഫത്ഹു മക്കയാണെന്നോ സ്വർഗമാണെന്നോ വിശദീകരണത്തിന് സാങ്കത്യക്കുറവ് പഠിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഏതോ കഴിഞ്ഞുപോയ ഒരു സംഭവത്തെ ചൂണ്ടി ഖിയാമത്ത് വരെ പറയുന്നതുമല്ല, പരലോകത്ത് സംഭവിക്കാനുള്ളത് പറയുകയുമല്ല. പകരം ദുനിയാവിൽ ഏത് കാലത്ത് ഇത് സംഭവിക്കണമെന്ന് വിശ്വാസികൾക്ക് തീരുമാനിക്കാവുന്ന വിധമുള്ള കണ്ടീഷനുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അവർക്ക് പണിയെടുത്താൽ ഫലമുണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൽ അത്തരം പരാമർശങ്ങൾ വേറെയും കാണാൻ കഴിയും.
ഏതെങ്കിലും ഒരു കാലത്ത് നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു പ്രവചന സ്വഭാവമല്ല ഇതിനുള്ളത്. പകരം പണിയെടുത്താൽ ഗുണമുണ്ടാകുമെന്നൊരു ആഹ്വാന സ്വഭാവമാണ്. മൂസാ അലൈഹിസ്സലാം ഫിറൗന്റെ കീഴിൽ മർദ്ദിതരായ ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അന്ന് പറയുന്നുണ്ടല്ലോ, ഇന്നൽ അർള ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബതു ലിൽ മുത്തഖീൻ. നിശ്ചയം ഭൂമി അള്ളാഹുവിൻ്റെതാണ്. ഇന്നൽ അർള ലില്ലാഹ്, ഭൂമി അള്ളാഹുവിൻ്റെതാണ്. അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർ അതിൻ്റെ അനന്തരാവകാശികളാകുന്നു. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം മുത്തഖികൾക്കുള്ളതാണ്. അതുപോലെ ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ വ യൗമ യഖൂമുൽ അഷ്ഹാദ്. നിശ്ചയം നാം നമ്മുടെ ദൂതന്മാരെ സഹായിക്കും. സൂറത്തു ഗാഫിറിൽ. അതുപോലെ വിശ്വസിച്ചവരെയും സഹായിക്കും. ഫിൽ ഹയാത്തിദ് ദുനിയ, ഐഹിക ജീവിതത്തിൽ. വയൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസവും, അഥവാ പരലോകത്തും. ഇഹലോകത്തും പരലോകത്തും റസൂലുമാരെയും വിശ്വാസികളെയും അല്ലാഹു തആല സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരു ആവേശം പകരുന്ന, പ്രതീക്ഷ നൽകുന്ന വർത്തമാനമാണിത്. അതുകൊണ്ടാണ് താഴെ പിന്നെ പറയുന്ന വാക്ക് വഹാദ ബല ഇന്ന ഫീ ഹാദാ ലബലാഗൻ ലിഖൗമിൻ ആബിദീൻ. ഇതിൽ നിശ്ചയമായും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഖൗമിന് ഒരു സന്ദേശമുണ്ട് എന്നാണ് പറയുന്നത്. അഥവാ ഇങ്ങനെ അല്ലാഹു തആല പണ്ടേ തീരുമാനിച്ചു വെച്ചതാണ്, എൻ്റെ ഭൂമി എൻ്റെ സാലിഹീങ്ങളായ അടിമകൾ അനന്തരമെടുക്കുമെന്നത് സബൂറിലേ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. സബൂറിലേ പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ അതിനെ ബൈത്തുൽ മഖ്ദിസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിത്തറ ഔറസ്നൽ ഖൗമല്ലദീന കാനു യുസ്തദ്അഫൂന മശാരിഖൽ അർളി വ മഗാരിബഹ അല്ലത്തി ബാറക്നാ ഹൗലഹ. ബൈത്തുൽ മഖ്ദിസിനെ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായ ആളുകൾ അനന്തരമെടുത്തു എന്ന് ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് അള്ളാഹു പറയുന്നതാണ്. പക്ഷേ ബൈത്തുൽ മഖ്ദിസിൻ്റെ വിമോചനത്തിൻ്റെ ശേഷമാണ്, അല്ലെങ്കിൽ ദാവൂദ് അലൈഹിസ്സലാം നബിയായി രംഗത്ത് വന്ന് ബൈത്തുൽ മഖ്ദിസ് ജയിച്ചടക്കിയ ശേഷമാണ് സബൂർ ഇറക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ മുമ്പ് നടന്ന സംഭവം നടക്കുമെന്നൊരു പ്രവചന സ്വഭാവത്തിൽ ബൈത്തുൽ മഖ്ദിസാണ് എന്ന് പറയുന്നതിനും സാങ്കത്യക്കുറവുണ്ട്. പിന്നെ എന്താണിത്? ഇത് കണ്ടീഷണലാണ്, അഥവാ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അത് അള്ളാഹുവിൻ്റെ ഭൂമി, അവനുദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾ, സാലിഹീങ്ങളായ അടിമകൾ അനന്തരമെടുക്കും എന്നത്. ബനി ഇസ്രായേല്യരോട് മൂസാ നബി പറഞ്ഞതും അത് തന്നെയാണ്, സാലിഹികളാണ്. സൂറത്തു നൂറിൽ വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. ഭൂമിയിൽ അള്ളാഹു അധികാരം നൽകും, ദീന് നടപ്പിലാക്കി കൊടുക്കും. പേടിച്ചു കഴിയുന്ന അവസ്ഥക്ക് പകരം നിർഭയത്വം നൽകും. അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ട് നൽകിയ ദീന് നടപ്പിലാക്കി കൊടുക്കും എന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇവിടെ ആബിദീൻ ലി ഖൗമിൻ ആബിദീൻ, ഇവിടെ ആബിദൂൻ എന്നാണല്ലോ പറഞ്ഞത്. അഥവാ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, ഇബാദത്ത് ഹദാ ബലാഗൻ ലി ഖൗമിൻ ആബിദീൻ, ആബിദീങ്ങൾക്കുള്ള സന്ദേശമാണ്. അവിടെ പറഞ്ഞത് യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അഥവാ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ചരിത്രപരമായ ഒരു പ്രവചനം നടത്തുകയല്ല ചെയ്യുന്നത്. അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കുകയും ശരിയായി അവനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ ഏത് കാലത്തും ഭൂമിയുടെ അവകാശം, ഭൂമിയുടെ നിയന്ത്രണം സത്യവിശ്വാസികളുടെ കയ്യിൽ വരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ടാകും, എന്തുകൊണ്ട് ഇപ്പോഴതില്ല? അതിൻ്റെ മറുപടി ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, അഥവാ ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. അള്ളാഹുവിന് ശരിയായി അടിമപ്പെടുകയും
അവൻ്റെ അടിമത്തം സർവാത്മന സ്വീകരിക്കുകയും അവൻ്റേതല്ലാത്ത സ്വന്തം ദേഹേച്ഛയുടേതുൾപ്പെടെയുള്ള സകല അടിമത്തങ്ങളെയും തിരസ്കരിക്കുകയും അള്ളാഹുവിന് മാത്രമേ വഴങ്ങുകയുള്ളൂ എന്നും അവന് മാത്രമേ കീഴ്പ്പെടുകയുള്ളൂ എന്നും 150 കോടി മനുഷ്യർ തീരുമാനിച്ചാൽ ലോകത്തിന് മൊത്തം തന്നെ എന്ത് സംഭവിക്കും? പക്ഷെ ഇപ്പോഴങ്ങനെ ഒരു പരിപാടിയില്ല. ചില ആരാധനകളും അനുഷ്ഠാനങ്ങളും ജപങ്ങളും ഒക്കെയായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടലാണ് ഇസ്ലാമിക ജീവിതം എന്ന ഭീമമായ തെറ്റിദ്ധാരണയിലാണല്ലോ ആധുനിക മുസ്ലിം സമൂഹമൊക്കെ ജീവിക്കുന്നത്. സ്വാഭാവികമായും അത്തരം ആളുകളുടെ കയ്യിൽ അള്ളാഹു ലോകം വെച്ച് കൊടുക്കുകയില്ല. ബദറിന്റെ ശേഷം ഇറങ്ങിയ സൂറത്തു ആലി ഇമ്രാനിലെ ആയത്തിൽ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അധികാരം ലഭിക്കുക, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീക്കും എന്ന് പ്രതീക്ഷയായിട്ട് പറയുന്നുണ്ട്. അതും ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഇവിടെ പറയുന്നത് അതാണ്. പണ്ടേ അല്ലാഹു തആല ഉത്ബോധനങ്ങൾക്ക് ശേഷം പറഞ്ഞിട്ടുണ്ട്, സാലിഹീങ്ങളായ അടിമകളാണ് ഭൂമിയുടെ അനന്തരാവകാശികളായിട്ട് വരിക. എന്താണ് സാലിഹ്? അത് അള്ളാഹുവിന് കീഴ്പ്പെടുകയും മറ്റാർക്കും കീഴ്പ്പെടാതിരിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് തഖ്വ പുലർത്തുകയും നീതിക്ക് സാക്ഷികളായി അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുകയും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്തി കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹി. ഇങ്ങനെ 150 കോടി മനുഷ്യർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരായി, അവൻ്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്നവരായി, അവന് മാത്രം വഴങ്ങുന്നവരായി, എന്നിട്ട് ഭൂമിയിൽ നീതി ഉണ്ടാകണമെന്നും അനീതി ഉണ്ടാകരുതെന്നും ഇരുട്ട് തുടച്ചു നീക്കണമെന്നും വെളിച്ചം പരക്കണമെന്നും തീരുമാനിച്ചാൽ സ്വാഭാവികമായും ലോകം തന്നെ അവരുടെ കയ്യിലിരിക്കും. പക്ഷേ അങ്ങനൊരു പ്ലാൻ ഇല്ല. അതാണ് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം. അവർ സാലിഹികളല്ല. ആ കാര്യത്തിൽ അവരിൽ ചില സാലിഹികളുണ്ട്, സാധുക്കളാണ്, അവർ ഒതുങ്ങിക്കഴിയുന്നവരാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യഘട്ടത്തിൽ വളരെ കാര്യമായി പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ആ പണി അപ്പോൾ തന്നെ അങ്ങോട്ട് വിജയിക്കുകയല്ല. ആ പണിയിൽ അവർ പൂർണ്ണത പ്രാപിക്കുമ്പോൾ, അതിൽ ധാരാളം ആളുകൾ വന്നു ചേരുമ്പോൾ അങ്ങനെ യദ്ഖുലൂന അഫ്വാജ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏത് കാലത്തേക്കുമുള്ള വാഗ്ദാനമാണ്. പ്രവചന സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലാഹ സവ്വാ ലിൽ അർള ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ വ ഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽക്കുഹ മാ സുവ്വിയ ലി മിൻഹ. അള്ളാഹു എനിക്ക് ഭൂഗോളം ചുരുക്കി കാണിച്ചു തന്നു. ഞാനതിൻ്റെ കിഴക്കും പടിഞ്ഞാറും മുഴുവൻ കണ്ടു. എൻ്റെ ഉമ്മത്ത് അവരുടെ അതിൻ്റെ അധികാരമൊത്തും എനിക്ക് ചുരുക്കി കാണിക്കപ്പെട്ട ആ ഭൂഗോളം മുഴുവനും എന്ന് ഇമാം മുസ്ലിമും അബൂദാവൂദും തിർമിദിയും ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹു അവൻ്റെ പ്രകാശം പൂർത്തീകരിക്കും, ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി എന്നൊക്കെ സൂറത്തു തൗബയിലും സൂറത്തു സഫിലും പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമായിട്ട് ഇമാം ഇബ്നു കസീറൊക്കെ എടുത്തു ചേർക്കുന്നത് ആ ഹദീസും അതുപോലുള്ള ഹദീസുകളുമാണ്. ലാ യത്റുക്കുല്ലാഹു ബൈത്ത മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹു ഹാദദ്ദീൻ. ഈ ദീനിനെ കയറ്റാത്ത ഒരു കുടിലും വീടും ബാക്കി വെക്കുകയില്ല. ചുരുക്കത്തിൽ മക്കയിൽ അന്ന് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അള്ളാഹുവിൻ്റെ ആബിദുകളായ സഹാബിമാർക്ക് അള്ളാഹു തആല പ്രതീക്ഷ നൽകുകയാണ്. സാലിഹീങ്ങളായ ആളുകളുടെ കയ്യിലിരിക്കും ഭൂമിയുടെ അവകാശമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവർക്കുള്ള ഒരു സന്ദേശമാണ്. എന്നാൽ ഇത് അവർക്ക് മാത്രമല്ല. കാരണം എന്താണ്? ഏതോ ഒരു കാലത്തെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ അല്ല ഇത്. പകരം ഒരു കണ്ടീഷൻ പാലിക്കുന്നവർക്കാണ്. അതാണ് ലി ഖൗമിൻ ആബിദീൻ. ഇപ്പോൾ ആബിദാകാൻ തയ്യാറായാൽ ഇപ്പോഴും അത് കിട്ടും എന്നർത്ഥം. അതുകൊണ്ടാണ് സൂറത്തു നൂറിൽ അഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമേ ഞങ്ങൾ വഴങ്ങുകയുള്ളൂ എന്ന് ഒരു സമൂഹം തീരുമാനിച്ചാൽ
അയാളെ മാറ്റിയെടുക്കാൻ, ആ സമൂഹത്തെ മാറ്റിയെടുക്കാൻ ലോകത്തിൻ്റെ കയ്യിൽ എന്താണുള്ളത്? അള്ളാഹുവിൻ്റെ ശക്തിയും അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും അവൻ്റെ മഹത്വവും അവൻ്റെ ഏകത്വവും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് എന്തു വന്നാലും അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ് ഞങ്ങൾ നിലകൊള്ളുക എന്ന് തീരുമാനിച്ചയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ അതിനേക്കാളും വലിയ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും. അള്ളാഹു നൽകുന്ന ശിക്ഷയും അള്ളാഹു നൽകുന്ന പ്രതിഫലവും മനസ്സിലാക്കിയിട്ട് പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കണമെന്ന ഉറച്ച തീരുമാനമെടുത്തവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ എന്തു ചെയ്യാനാണ്? ഇങ്ങനെ അവരെ മാറ്റാൻ ബോധപൂർവം തൗഹീദ് ഉൾക്കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ചവർ, എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു ഏൽപ്പിച്ച പണിയെടുക്കാൻ തീരുമാനിച്ചവരെ അവരെ പരാജയപ്പെടുത്താനോ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ലോകത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ ആകെ ഒറ്റ വഴിയേ ഉള്ളൂ, ലോകത്തിന് അവരെ പോലെ മാറ്റാം. അതാണ് ഇസ്ലാമിൻ്റെ വിജയത്തിൻ്റെ ഒക്കെ ചരിത്രം. അതാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ പോലും ചരിത്രം. അതാണ് ശക്തനായ താഗൂത്തിന് പോലും അവരെ ശക്തനായ ജാലൂത്തിന് പോലും അവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല, അവരോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിനെ എടുത്തു പറയുന്നത്. ദാവൂദ് അലൈഹി ഇസ്ലാം ജൂതന്മാർ അവരുടെ വലിയ സ്റ്റാറായിട്ട് കരുതുന്നയാളാണ്. അതുകൊണ്ട് സഹാബികൾക്ക് വേഗം മനസ്സിലാകുന്നയാളാണ് ദാവൂദ് അലൈഹി ഇസ്ലാം. അതുകൊണ്ടായിരിക്കാം ആ ദാവൂദിൻ്റെ കിതാബിലും ഉണ്ട് എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. എന്തായാലും എക്കാലത്തേക്കും ഉള്ള വിശ്വാസികൾക്ക് വലിയ ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. നിങ്ങൾ ശരിയായ വിധം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ, അഥവാ അവൻ്റെ മാത്രം അടിമയാണെന്നും മറ്റാരുടെയും മറ്റൊന്നിൻ്റെയും അടിമയാകുകയില്ലെന്നും മറ്റൊന്നിൻ്റെ മുമ്പിലും തലകുനിക്കുകയില്ലെന്നും മറ്റൊന്നിനും കീഴ്പ്പെടുകയില്ലെന്നും തീരുമാനിച്ചാൽ ഭൂമി അവരുടെ കയ്യിലിരിക്കും. അതിപ്പോഴും നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്നതാണ്. സത്യവിശ്വാസികളുടെ ലോകം, അവരുടെ സമൂഹം ശരിയായ വിശ്വാസികളായി തീർന്നാൽ ലോകം അവരുടെ കയ്യിലാണ് ഇരിക്കുക എന്ന് എതിരാളികൾക്ക് പോലും സംശയമില്ല. അതുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ പടരുന്നതും വിശ്വാസികളെ ഇസ്ലാമിൽ നിന്ന് അകറ്റിയെടുക്കുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നതും എന്നൊക്കെ ആധുനിക ലോകത്തെക്കുറിച്ച് പഠിക്കുന്ന ആർക്കും വളരെ വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല കാലം കാണാൻ ഈ ഉമ്മത്തിനെ സഹായിക്കുമാറാവട്ടെ. റബ്ബന അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബന സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.